എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കുള്ള പാരിതോഷികവുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നൽകുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാൽ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാഹന അപകടങ്ങളിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ 25,000 രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ ഈ തുക 5,000 രൂപയാണ് നൽകിയിരുന്നത്. പൂനെയിൽ നടന്ന ഒരു പരിപാടിയിലാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യം അറിയിച്ചത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിലോ ട്രോമ സെൻ്ററിലോ കൊണ്ടുപോകുന്ന ഒരാൾക്ക് നിലവിലെ റിവാർഡ് തുക വളരെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റോഡ് അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇരയെ ആശുപത്രിയിൽ എത്തിച്ചാൽ അതിനെ സുവർണ മണിക്കൂർ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ പരിക്കേറ്റ ആളുടെ അതിജീവന സാധ്യത ഗണ്യമായി ഉയരുന്നതാണ്. 2021 ഒക്ടോബർ മുതലാണ് കേന്ദ്ര സർക്കാർ പാരിതോഷികം ആരംഭിക്കുന്നത്. അതുവഴി റോഡ് അപകടത്തിൽ പെടുന്നവരെ സഹായിക്കുവാനും അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്നു. നിലവിലെ പദ്ധതി പ്രകാരം റോഡ് അപകടങ്ങളിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന വ്യക്തിക്ക് സമ്മാന തുകയ്ക്കൊപ്പം അംഗീകാര സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സമ്മാന തുക വ്യക്തികൾക്ക് തന്നെയാണോ കൈപ്പറ്റുന്നത് എന്ന് ഉറപ്പാക്കാൻ മൾട്ടി ലെവൽ വെരിഫിക്കേഷൻ പ്രക്രിയ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനു പുറമെ മാരകമായ അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് തുകയും സർട്ടിഫിക്കറ്റും ലഭിക്കാൻ അർഹതയുള്ളൂവെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിൻ്റെ നയം വ്യക്തമാക്കുന്നു. റോഡ് അപകടത്തിൽപ്പെടുന്നവരെ ജീവൻ രക്ഷിക്കാൻ ഇതുവരെ എത്ര പേർ സഹായിച്ചു, എത്ര പേർക്ക് പാരിതോഷിക തുക ലഭിച്ചു തുടങ്ങിയ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ ഇനി മുതൽ ഇവ പൊതുസഞ്ചയത്തിൽ ലഭ്യമായിരിക്കും എന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വിവരങ്ങളും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.